ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എജ്യൂപോഡ്. മക്കളെ, നമ്മുടെ +1 കമ്പ്യൂട്ടർ സയൻസിലെ നമ്പർ കൺവേർഷൻസ് അല്ല, അതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനാണ് ഞാൻ ഈ ഒരു പാർട്ട് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്പർ കൺവേർഷൻസ് നമുക്കറിയാം, 4 ടൈപ്പ് നമ്പർ സിസ്റ്റമാണ്: ഡെസിമൽ, ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ. അപ്പോൾ എത്ര കൺവേർഷൻസ് ഉണ്ടാവും? ടോട്ടൽ 12 കൺവേർഷൻസ് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്താൽ മതി, പക്ഷേ ആ മെത്തേഡ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണം. അതുകൊണ്ടാണ് അത് ഒന്നുകൂടി നമുക്ക് സെറ്റാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എന്നാൽ വാടാ, ഡെസിമൽ ടു ബൈനറി കൺവേർഷൻസ് ഡിസ്കസ് ചെയ്യണം. അതാണ് ഫസ്റ്റ് കൺവേർഷൻ: ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. തിരിച്ചുള്ള പ്രോസസ്സ്: ബൈനറി ടു ഡെസിമൽ, ഒക്ടൽ ടു ഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ. ഇങ്ങനെ 6 കൺവേർഷൻസ് ഉണ്ട്. അതിനുശേഷം ഇനി മറ്റൊരു സെക്ഷൻ ഏതാ? ഇവിടെ 6 കൺവേർഷൻ കഴിഞ്ഞാൽ ഇനി ഡെസിമലിൻ്റെ പാർട്ട് അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി വേണ്ടത് ബൈനറി ടു ഒക്ടൽ, ബൈനറി ടു ഹെക്സാഡെസിമൽ, ഒക്ടൽ ടു ബൈനറി, ഹെക്സാഡെസിമൽ ടു ബൈനറി. അവിടെ 4 കൺവേർഷൻസ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഒക്ടൽ ടു ഹെക്സാഡെസിമൽ ആൻഡ് ഹെക്സാഡെസിമൽ ടു ഒക്ടൽ. ഇങ്ങനെ 12 കൺവേർഷൻസ് നമുക്കൊന്ന് സെറ്റാക്കാം. എന്നാടാ ഫസ്റ്റ് 1, 2, 3 3 കൺവേർഷൻസ് ഒരുമിച്ചാണ് പഠിക്കുന്നത്. ഡെസിമൽ ടു ബൈനറിയാണ്. നമുക്കറിയാം ഡെസിമൽ എന്ന് പറഞ്ഞാൽ 10 ആണ്, ബൈനറി എന്ന് പറയുമ്പോൾ 2 ആണ്. 10ൽ നിന്നും 2ലേക്കാണ്. 10ഉം 2നും പറയുന്ന പേരാണ് ബേസ് ഓർ റാഡിക്സ് എന്ന് പറയും. അപ്പോൾ 10ൽ നിന്നും 2ലേക്ക് ചെയ്യണമെങ്കിൽ ഒരൊറ്റ ടാസ്ക് ഉള്ളൂ: റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 2. അതിൻ്റെ അർത്ഥം എന്താ? 2 കൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. 45 ആണ് നമ്പർ എങ്കിൽ 45 ഡിവൈഡ് ബൈ 2 എന്താ കിട്ടുക? 22. ആ റിമൈൻഡർ നോട്ട് ചെയ്ത് വെക്കാം. ഇങ്ങനെ ലാസ്റ്റ് 0 എത്തുന്ന വരെ ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ മാത്രം നോട്ട് ചെയ്ത് വെക്കാം. ആ റിമൈൻഡർ താഴൊന്ന് മുകളിലോട്ട് എഴുതുക. ദാറ്റ് ഈസ് MSD, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. MSB ഇതായിരിക്കും. ലാസ്റ്റ് LSB ഇതായിരിക്കും. ഇത്രേ ഉള്ളൂ. ഈ കൺവേർഷൻ ഡെസിമൽ ടു ബൈനറി ആണെങ്കിൽ ഡെസിമൽ ടു ഒക്ടൽ എന്തായിരിക്കും? 10ൽ നിന്നും 8ലേക്കാണ്. അപ്പോൾ റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 8. ഇതേ ടാസ്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് പകരം 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ ടാസ്ക് അവിടെ കംപ്ലീറ്റ് ചെയ്തു. 45 ഡിവൈഡ് ബൈ 8 5 കിട്ടും. റിമൈൻഡർ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ റിമൈൻഡർ എങ്ങനെ കണ്ടുപിടിക്കാൻ അറിയാത്തവരുണ്ടോ? ഇല്ല. പോയിന്റ് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക് പൂർണ്ണമായിട്ട് ജസ്റ്റ് നോർമൽ പണ്ടത്തെ അതേ മെത്തേഡ് റിമൈൻഡർ നോട്ട് ചെയ്ത് വെക്കാം. ആ റിമൈൻഡർ റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്യുക, അടിയിൽ നിന്ന് മുകളിലോട്ട്. എന്നാ വാ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ആണെങ്കിൽ 10ൽ നിന്നും 16ലേക്കാണ്. 10ൽ നിന്നും 16ലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ട ടാസ്ക് സെയിം മെത്തേഡ് റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 16 ആണ്. 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടത് 9ൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ വാല്യൂസ് ABCD അല്ലേ? എൻ്റെ വാല്യൂ 10 ആണ്, ബിൻ്റെ വാല്യൂ 11 ആണ്, C 12, D 13, E 14 ആൻഡ് F15. സെറ്റല്ലേ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, സാറേ ഇത് പൂർണ്ണമായിട്ടുള്ള നമ്പർ അല്ലേ? ഇപ്പം നമ്മളെ മോഡൽ എക്സാമിന് 79 ആണ് ചോദിച്ചത്. അപ്പോൾ അതേ ടാസ്ക്, പക്ഷേ മറ്റൊരു മെത്തേഡ് ഉണ്ട്. എന്താ ചെയ്യുക? പോയിന്റ് വരുന്ന നമ്പർ വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഇതാ ബൈനറി, ഡെസിമൽ ടു ബൈനറി സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഫ്രാക്ഷൻ പാർട്ടാണെങ്കിൽ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ബൈ 2 ആണ്. അതേപോലെ ഡെസിമൽ ടു ഒക്ടൽ ആണെങ്കിൽ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ബൈ 8 ആണ്, റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ബൈ 16 ആണ്. ഫ്രാക്ഷൻ പാർട്ടിൻ്റെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നോക്കാം. ഒരു എക്സാമ്പിൾ 25.25. 25 നേരത്തെ നമ്മൾ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ്. 25 ഇൻറ്റിജർ കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പോയിന്റ് വരുന്ന പാർട്ട് 0.25 ആണെങ്കിൽ × 2 0.5 എന്ന് കിട്ടും. അതിൽ 0 മാത്രം മാർക്ക് ചെയ്ത് വെക്കാം. ദെൻ 0.5 ബാക്കിയുള്ള എലമെൻറ്റ് വെച്ചിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ചിലപ്പം വരുന്ന ഒരു ഡൗട്ടാണ്, സാറെ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, അല്ലെങ്കിൽ എൻ്റെ എപ്പോഴാണ് അവസാനിക്കാൻ? 1.0ൽ 1 ഇങ്ങനെ മാറ്റി വെച്ചാൽ പിന്നീട് കാണുന്നത് 0 ആണ്. പിന്നീട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നോട്ട് ചെയ്ത് വെക്കേണ്ടത് സാറേ 0.3 ഒക്കെ ആണെങ്കിലോ, 0.3 ആണെങ്കിൽ 0.3 × 2 0.6 എന്ന് വരും. 0 മാറ്റി വെക്കാം. 0.6 × 2 1.2 1 ഇങ്ങനെ മാറ്റി വെക്കാം. റിമൈനിങ് എലമെൻറ്റ് 0.2 ആണ്. 0.2 × 2 0.4 ആണ്. ഇത് അവസാനിക്കില്ല. അപ്പോൾ ഒരു 3 സ്റ്റെപ്പ് പോവാം, അവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്നാ വാ, ഡെസിമൽ ടു ഒക്ടലിൻ്റെ കേസിലാണെങ്കിൽ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ബൈ 8. ആദ്യത്തെ പാർട്ട് നോർമൽ രീതിയിൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സെക്കൻഡ് പാർട്ട് × 8 കൊണ്ട് ചെയ്യുക. അതേപോലെ ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ആണെങ്കിൽ ആദ്യത്തെ പാർട്ട് ഇൻറ്റിജർ പാർട്ട് റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 16 അല്ലേ? ഫ്രാക്ഷൻ പാർട്ടിനെ × 16. സെയിം ടാസ്ക്. അപ്പോൾ 3 കൺവേർഷൻ സെറ്റായോ? എന്നാ വാ, നെക്സ്റ്റ് കൺവേർഷൻ 4, 5, 6 ബൈനറി ടു ഡെസിമൽ ആണ്. ബൈനറി പറയുമ്പോൾ 2 ആണ്, ഡെസിമൽ എന്ന് പറഞ്ഞാൽ 10 ആണ്. തിരിച്ചുള്ള പ്രോസസ്സ് ആണെങ്കിൽ പവർ ഓഫ് 2, 2ൻ്റെ പവർ ഇങ്ങനെ എഴുതാം. ഇതാടാ നോക്ക്,
1100.01 എന്നുള്ള നമ്പർ തന്നാൽ ഇതിൻ്റെ 2ൻ്റെ പവർ ചെയ്താൽ സ്റ്റാർട്ടിങ് ഫ്രം ഈ ഡോട്ടിൽ നിന്ന് പോയിന്റിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 2^0, 2^1, 2^2, 2^3, 2^4, 2^-1, 2^-2. അത് കഴിഞ്ഞതിന് ശേഷം 1 അല്ല 0 കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ 0 ആണ്. അപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 × 2^4 പ്ലസ് 1 × 2^3 പ്ലസ് 1 × 2^-2 ഈ രീതിയിൽ കൊണ്ടുപോവുക. നേരെ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും ആൻസർ. അതേ ടാസ്ക് ഇത് 2ൻ്റെ കളിയാണെങ്കിൽ ഇവിടെ എന്താ പവർ ഓഫ് 8 ആയിരിക്കും. 8ൽ നിന്നും 10ലേക്ക് പോവുകയാണെങ്കിൽ ചെയ്യേണ്ട മെത്തേഡ് ഇത്രേ ഉള്ളൂ. 40.2നെ ജസ്റ്റ് 8^0, 8^1, 8^2 ആ രീതിയിൽ കൊണ്ടുപോകാം. ഹെക്സാഡെസിമലിലേക്ക് പോവുകയാണെങ്കിൽ പവർ ഓഫ് 16ൻ്റെ പവർ ചെയ്താൽ 2a.4. പലപ്പോഴായി ശ്രദ്ധിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, കാണിക്കുന്ന മിസ്റ്റേക്കാണ്. എൻ്റെ വാല്യൂ 10 കൊടുക്കരുത്. എ ആയിട്ട് തന്നെ ചെയ്താൽ 2a.4, എൻ്റെ തൊട്ട് മുകളിൽ 16^0. അവിടെ കാൽക്കുലേഷൻ്റെ പ്രോസസ്സിൽ മാത്രം 2 × 16^1 പ്ലസ് എൻ്റെ വാല്യൂ എന്താ 10 ആണ്. അവിടെ മാത്രം 10 കൊടുക്കാം. 10 × 16^0 പ്ലസ് 4 × 16^-1 ആൻസർ കിട്ടും. റെഡി അല്ലേ? അപ്പോൾ 6 കൺവേർഷൻ സെറ്റ് അല്ലേ? സോ 7th കൺവേർഷൻ ബൈനറി ചോക്ചലാണ്. ബൈനറി ചോക്ചൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വെറൈറ്റി മെത്തേഡ് ഉണ്ട്. എന്താ? ബൈനറി പറയുമ്പോൾ 2 ആണ്, ഒക്ടൽ എന്ന് പറയുമ്പോൾ 8 ആണ്. 2ൽ നിന്നും 8ലേക്കുള്ള ബന്ധം 2^3 ആണ് 8. അപ്പോൾ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് 3 ബിറ്റ് ഗ്രൂപ്പ് എന്ന് പഠിച്ചു വെക്കാം. എന്താടാ? 3 ബിറ്റ് ഗ്രൂപ്പ്. അതേപോലെ 8ൽ നിന്നും 2ലേക്ക് പോകണമെങ്കിൽ അല്ലേ, ബൈനറിയിലെ 8ൽ നിന്ന് 2ലേക്ക് പോവുകയാണെങ്കിൽ 2^3 തന്നെയാണ്. അപ്പം മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് 3 ബിറ്റ് എന്ന് എഴുതിയേക്കാം. അപ്പോൾ 3 ബിറ്റ് എന്ന് പറയുമ്പോൾ 0, 1, 2, 3 ഒക്ടൽ നമ്പറിൽ 8 വരെയാണ് നമ്പേഴ്സ് ഉണ്ടാവുക. 7 വരെ നമ്പേഴ്സ് ഉണ്ടാവും. 0, 1, 2, 3, 4, 5, 6, 7 ഈ ടേബിൾ ഒരുപാട് പേര് ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു ബൈഹാർട്ടും ആവശ്യമില്ല. ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, 1, 2, 4. കണ്ട 0 എന്ന് പറയുമ്പോൾ ആരും വേണ്ട, അതുകൊണ്ട് 0, 0, 0. 1 എന്ന് പറയുമ്പോൾ 1 മാത്രം വേണം, അപ്പോൾ അവിടെ മാത്രം 1 ഇടുക. 2 എന്ന് പറയുമ്പോൾ അത് ഡൗട്ട് ഉണ്ടാ. ഇനി 3 എടുക്കാം. 3 എടുക്കുമ്പോൾ 1, 2, 4ൽ ഏതൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്താലാ 3 കിട്ടുക? 2ഉം 1ഉം. അപ്പോൾ 2ഉം 1 ഇതിൻ്റെ അടിയിൽ മാത്രം 1 ഇടുക, ബാക്കിയൊക്കെ 0 ഇടാം. ഇത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കിയാലോ? യെസ്, ഈ ബൈനറി തന്നിട്ടുണ്ട് 100.01. ഈ നമ്പർ ഇതേപോലെ ഇങ്ങോട്ട് എഴുതാം. 3 ബിറ്റ് ഗ്രൂപ്പ് ആക്കുക. എത്ര? 3 ബിറ്റ് ഗ്രൂപ്പ്. ദാ പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 1, 2, 3. ആഹാ, ഇവിടെ കോമട്ട്, ഇവിടെ ഒരു എക്സ്ട്രാ 0 കയറും. അപ്പോൾ 3 ബിറ്റായി. ഇവിടെ ഒരു എക്സ്ട്രാ 0 കയറും. അപ്പോൾ ഇതാരാ? 0, 1, 0. എന്താ ഇവിടെ? 0, 1, 0 2 ആണ്. അപ്പോൾ നേരെ ഇവിടെ കൊണ്ടുപോയി വെക്കാം. ഇത് 2 ആണ്. ഇതാരാ? 0, 1, 0 അഗെയിൻ 2 ആണ്. ഇതാരാ? 0, 1, 0 അഗെയിൻ 2 ആണ്. വെറൈറ്റി ആൻസർ ആണല്ലോ, 22.2. യെസ്, ദാറ്റ്സ് ഓൾ. തിരിച്ചുള്ള പ്രോസസ്സ് ആണെങ്കിൽ ഒരു ഒക്ടൽ നമ്പർ തന്നിട്ട് ബൈനറി ആണെങ്കിൽ ഓരോ ബിറ്റിന് എടുക്കാം, ഓരോന്നിനും എടുക്കാം. 6ന് എടുക്കാം. ആ 6ന് 3 ബിറ്റ് ആയിട്ട് എഴുതാം. 6 ആരാ? 110. അപ്പോൾ ആൻസർ ഈസ് 110. ഈ 0 ആരാ? 000. 4 ആരാ? 100. 3 ആരാ? 011. 1 ആരാ? 001. ടാസ്ക് ഈസ് ഓവർ. ഇത്രേ ഉള്ളൂ. എന്താ വാ നെക്സ്റ്റ് നെക്സ്റ്റ് ഇതിൻ്റെ മറ്റൊരു രൂപമാണ് അല്ലേ? മറ്റൊരു രൂപമാണ്. ഏതാ മറ്റൊരു രൂപം? യെസ്, മറ്റൊരു രൂപമാണ് ബൈനറി ടു ഹെക്സാഡെസിമലാണ്. 2ൽ നിന്നും 16ലേക്കാണ് പോകുന്നത്. സെയിം മെത്തേഡ് 2^4 ദാറ്റ് ഈസ് 4 ബിറ്റ് ഗ്രൂപ്പാക്കി മാറ്റുക. തന്ന നമ്പറിനെ 4 ബിറ്റ് ഗ്രൂപ്പാക്കി മാറ്റുക. ഇവിടെ അതേ പ്രോസസ് 16 2ലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ട ടാസ്ക് സെയിം ടാസ്ക് 4 ബിറ്റാക്കി മാറ്റുക. നോക്കാം. ഈ നമ്പറാണ് തന്നത്. അപ്പോൾ ഇതിനെ ഈ പോയിന്റിൻ്റെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? 4നായിട്ട് കോമിടുക. 1, 2, 3, 4. 1, 2, 3, 4 എക്സ്ട്രാ 3 zeros ഇടും. ഇങ്ങോട്ടാണെങ്കിൽ 2 0 ഇടും. അപ്പോൾ ഇതാരാ? 001. 001 എന്ന് പറഞ്ഞാൽ ആരാ? 001 മീൻസ് 1 ആണ്. അപ്പോൾ ഇതിന് ആൻസർ ഇവിടെ 1 ആയി. ഇതിന് ആൻസർ എന്താ? 1000 8 ആണ്. Then 1101. 1101. ഷോർട്ട് കട്ട് എന്താ? 1248 അല്ലേ? 1101 ആരാ? 8ഉം 4ഉം ആഡ് ചെയ്താൽ 12. 12 + 1 13. കണ്ട 13. അപ്പോൾ ആൻസർ ഡി. പോയിന്റ് ഇടാം. 010. യെസ് 4. ഫൈനൽ ആൻസർ ഈസ് 18D.4. ഇത്രേ ഉള്ളൂ. റെഡി അല്ലേ? ലാസ്റ്റ് വൺ ഹെക്സാഡെസിമൽ ടു ബൈനറി. ഹെക്സാഡെസിമൽ ടു ബൈനറിയിൽ ചെയ്യേണ്ട ടാസ്ക് എന്താ? ഓരോ ഡിജിറ്റിന് എടുക്കുക, 4 ബിറ്റ് ആക്കി എഴുതാം. 0110.
എ എന്ന് പറഞ്ഞാൽ എന്താ 10 ആണ് 1010. എഫ് എന്ന് പറഞ്ഞാൽ 15 ആണ് 1111. പോയിന്റ് 3 എന്ന് പറഞ്ഞാൽ 0011. 1 എന്ന് പറഞ്ഞാൽ 0001. ദാറ്റ്സ് ഓൾ. അപ്പോൾ ലാസ്റ്റ് കൺവേർഷൻ 11th കൺവേർഷൻ എന്താടാ 11th കൺവേർഷൻ ഒക്ടൽ ടു ഹെക്സാഡെസിമൽ ആണ്. ഒക്ടൽ ടു ഹെക്സാഡെസിമൽ നേരിട്ട് കാണാൻ കഴിയൂല, ബൈനറിയിലേക്ക് കയറുക, ബൈനറിയിൽ നിന്നും നേരെ ഹെക്സാഡെസിമലിലേക്ക് കയറാം, ഹെക്സാഡെസിമൽ നിന്ന് നേരെ ബൈനറിയിലേക്ക് വരിക, നേരെ എന്ത് ചെയ്യാം ഒക്ടലിലേക്ക് കയറാം. അപ്പോൾ ഷോർട്ട് കട്ട് ഇത്രേ ഉള്ളൂ. 8 നിന്ന് നേരെ 16ലേക്ക് ഇത് പോസിബിൾ അല്ല, മറിച്ച് 8ൽ നിന്നും നേരെ 2ലേക്ക് വരാം, 2ൽ നിന്നും നേരെ എങ്ങോട്ട് കയറാം 16ൽ. ഈ ഒരു ബൈപ്പാസ് ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നമ്പർ എന്തായിരിക്കും? 704 ആണ്. 704 എന്നുള്ള നമ്പറിനെ എന്ത് ചെയ്യുക, ഇതിൻ്റെ ബൈനറി കാണണം. 8 ആണ്. 8 ആകുമ്പോൾ 3 ബിറ്റ് ഗ്രൂപ്പിലേക്ക് കേൾക്കുമ്പോൾ 111. 0 എന്ന് പറഞ്ഞാൽ 000. 4 എന്ന് പറഞ്ഞാൽ 100. പോയിന്റ് 3 എന്ന് പറഞ്ഞാൽ എന്താ 011. ഇതൊന്ന് ചേർത്ത് ചെയ്താണെങ്കിൽ ഈ രീതിയിൽ വരും അല്ലേ? യെസ് ഈ രീതിയിൽ വരും. ഇതിനെ 4 ബിറ്റ് ഗ്രൂപ്പ് ചെയ്യാം. ഇവിടെ 4 ബിറ്റ്, ഇവിടെ 4 ബിറ്റ്, എക്സ്ട്രാ 3 0, ഇവിടെ ഒരു 0. അപ്പോൾ ഇതാരാ 001. ആൻസർ ഈസ് 1. 110 12 ആണ്. 12 എന്ന് പറഞ്ഞാൽ സി ആണ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് 1010. ആൻസർ ഈസ് 4 ആണ്. ആൻഡ് ഫൈനലി ഇത് 6 ആണ് അല്ലേ? 6. അപ്പോൾ ഫൈനൽ ആൻസർ ഈസ് 1C4.6. ദിസ് ഈസ് ദ ഹെക്സാഡെസിമൽ നമ്പർ. കം ടു ദി ലാസ്റ്റ് പാർട്ട് 30.C ആണ്. ഈ നമ്പർ തന്നാൽ ചെയ്യേണ്ട ടാസ്ക് ഇതിൻ്റെ ബൈനറി കാണണം അല്ലേ? ഹെക്സാഡെസിമൽ ആണ്. അപ്പം 4 ബിറ്റ് ആയിട്ട് എഴുതണം. 0011. ദെൻ 0 മീൻസ് ഫുൾ 0. പോയിന്റ് സി എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞാൽ 10 11 12 അല്ലേ? 12 ആണ്. 12 വരുമ്പോൾ 1100. അപ്പോൾ ഇതിനെ ഒന്ന് ചേർത്ത് എഴുതുമ്പോൾ ആൻസർ എന്താ വരിക? 01100.1100 ചേർത്ത് എഴുതി 3 വെച്ച് കോമഡ അല്ലേ? 3 ബിറ്റ് വെച്ചിട്ട് കോമഡ. ലാസ്റ്റത്തെ 0 ആണ്, ഇത് ഫ്രണ്ടിലും 0 ആണ്, വിഷയാക്കണ്ട. സോ ദ ആൻസർ ഈസ് 60.6. ദിസ് ഈസ് ദ ആൻസർ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ്സ് ഓൾ അല്ലേ? ഇതെന്താ ഇത് ഒക്ടലാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. യെസ്, എല്ലാ മക്കളും ജസ്റ്റ് ഇതൊന്ന് ടൈപ്പ് ചെയ്ത് തരണേ. 72.5ൻ്റെ ഡെസിമൽ നമ്പറിൻ്റെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ കറസ്പോണ്ടിങ് അതിൻ്റെ ഒക്ടൽ ഫൈൻഡ് ചെയ്ത് തരാം, അതേപോലെ അതിൻ്റെ ഹെക്സാഡെസിമലും ഫൈൻഡ് ചെയ്ത് തരാം. ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടണേ. സെറ്റ് അല്ലേ? ദാറ്റ്സ് ഓൾ.